ഈ ടേബിൾ ക്ലോത്ത് ഞാൻ വാങ്ങിയിട്ട് അധികം സമയമൊന്നും ആയിട്ടില്ല. പക്ഷേ ഇപ്പോൾ തന്നെ അതിൻ്റെ കോലം ഇങ്ങനെയായി. ഇതാണ് അപ്പോൾ നമ്മുടെ പുതിയ സാധനം. ഇതെന്തായാലും ബോറായോ അതോ ഇതിനേക്കാളും നല്ലതാണെന്ന് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇന്നത്തെ നമ്മുടെ വിഷയം അതല്ല. അതായത് ക്രിസ്മസ് ഒക്കെ വരാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിൽ കിട്ടുന്ന സിമ്പിൾ ഐറ്റംസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ഗിഫ്റ്റ് ഐഡിയ കാണിച്ചു തരാം. ഗിഫ്റ്റ് വാങ്ങാൻ പൈസയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്മസ് ഫ്രണ്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനത്തെ ഗിഫ്റ്റൊക്കെ കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിലും ക്രാഫ്റ്റ് ചെയ്ത ഐറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോൾ ഒരു രസമാണ്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുക. അതേപോലെ കാർഡ്ബോർഡിൽ ഒരു സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടെ ഇങ്ങനെ പൊതിഞ്ഞ് കൊടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ സർക്കിൾ എന്ന് പറയുന്നത് ഈ കുപ്പീൻ്റെ കുറച്ചൊന്ന് വലുപ്പത്തിൽ വേണം ഉണ്ടാക്കാൻ. അതായത് കുപ്പിയിൽ നമുക്ക് കുത്തി കയറ്റാൻ പറ്റണം, പക്ഷെ എന്നാലും കുറച്ച് ഒരു ടൈറ്റായിട്ട് നിൽക്കണം. ആ ഒരു വലുപ്പത്തിൽ വേണം ഈ സർക്കിൾ കുറച്ചെടുക്കാൻ. അതുകഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ഐറ്റം ഈ ഫ്ലവർ അതിൻ്റെ അകത്തേക്ക് കയറ്റുക. ഈ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് ഞാൻ നാളത്തെ വീഡിയോയിൽ ഇടാം. പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച സർക്കിളില്ലേ, അത് അതിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ട് ഒന്ന് ചെരിച്ച് വെക്കുക. അതായത് ഈ പൂവൊന്ന് ചാരി ഇരിക്കുന്നത് പോലെ ഇങ്ങനെ ചെരിച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് അടിയത്തെ ഭാഗമൊന്നും കാണാണ്ടിരിക്കാൻ ഇവിടെയും കൂടെ ഒന്നൊരു പേപ്പർ ഒട്ടിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മൊത്തത്തിലൊന്ന് വൃത്തികേടായപ്പോൾ ഞാൻ വേറൊരു പേപ്പറും കൂടെ അടിയിൽ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മൂടിയും കൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ നല്ല സ്റ്റിക്കർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒട്ടിച്ച് കൊടുക്കുക. ഇതിൻ്റെ അകത്തൊരു ഫെയറി ലൈറ്റും കൂടെ വന്നാൽ അടിപൊളിയായിരിക്കും. എന്തായാലും ഇത് കാണാൻ നല്ല രസമില്ലേ? ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ഈ ക്രിസ്മസിന് ആർക്കെങ്കിലും ഇതൊക്കെ ഒന്ന് ഗിഫ്റ്റ് ചെയ്ത് നോക്കുക.